ഓണം ബമ്പർ 25 കോടി, പൂജാ ബമ്പർ 12 കോടി, അങ്ങനെ കേരള സംസ്ഥാന ഭാഗ്യക്കുറിയിൽ കോടികൾ മറിയുമ്പോൾ വെറും 100 രൂപ ഒന്നാം സമ്മാനമായും 300 സമ്മാനം 1 പവൻ സ്വർണവുമായി വളരെ പണ്ട്, അതായത് 57 വർഷം മുൻപ് കേരള സർക്കാർ ഇറക്കിയ ഭാഗ്യക്കുറിയുടെ വിവരങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. അതായത് ഒരു ഭാഗ്യക്കുറി, അതിന് നൽകിയിരിക്കുന്ന പേര് പരമാനന്ദ ഭാഗ്യ ഷോഡതി എന്നാണ്. ഈ ഭാഗ്യക്കുറി 57 വർഷങ്ങൾക്ക് മുൻപുള്ളതാണ്. ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ താരമാവുകയാണ്. ഭാഗ്യക്കുറി കാണിക്കാം. ഇതാണ് ഭാഗ്യക്കുറി. ഏകദേശം 57 വർഷം മുമ്പാണ് കേരള സർക്കാർ ഇത്തരത്തിലൊരു ഭാഗ്യക്കുറി പുറത്തിറക്കുന്നത്. ഇതിൻ്റെ വിലയാകട്ടെ വെറും 2 രൂപ. എന്നാൽ അതിനു മുൻപും ഭാഗ്യക്കുറികൾ നാട്ടിലുണ്ടായിരുന്നു. ഏതെങ്കിലും സംഘടനയുടെ ഫണ്ട് ശേഖരണത്തിനായിരുന്നു ഇത്തരം ഭാഗ്യക്കുറികൾ നാട്ടിലുണ്ടായിരുന്നത്. അത്തരത്തിൽ 91 വർഷം മുൻപ് നടത്തിയ ഒരു ഭാഗ്യക്കുറിയും അതിലെ സമ്മാന വിവരങ്ങളും സോഷ്യൽ മീഡിയയിൽ ഹിറ്റാവുകയാണ്. ഒന്നാം സമ്മാനക്കാരനെ കാത്തിരിക്കുന്ന വലിയ തുക 100 രൂപ. രണ്ടാം സമ്മാനം ക്ലോക്ക്, മൂന്നാം സമ്മാനം 50 രൂപയുടെ സൈക്കിൾ. തീർന്നില്ല. കറവ പശു, വട്ടമേശ, കുട, സാരി, മുണ്ട്, ബ്ലൗസ്, ഷർട്ട് പീസ്, ബനിയൻ, തോർത്ത്, സോഡാ ഗ്ലാസ്, അങ്ങനെ 300ഓളം സമ്മാനങ്ങൾ. ഇന്നത്തെ ലൊട്ടിലൊടുക്ക സാധനങ്ങളാണ് സമ്മാനങ്ങളിൽ മുൻനിരയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. ഇനി 300ാമത്തെ സമ്മാനം എന്താണെന്നറിഞ്ഞാൽ ഞെട്ടും. 1 പവൻ സ്വർണം. അതായത് 2 അണ. ഇന്നത്തെ 12 പൈസ ആയിരുന്നു ആ ടിക്കറ്റ് വില. ടിക്കറ്റ് വാങ്ങുന്ന ആളുടെ പേരും വിലാസവും ഒക്കെ ഈ ടിക്കറ്റിൽ എഴുതിയാണ് വിൽപ്പന നടത്തുന്നത്. ടിക്കറ്റ് അച്ചടിച്ച പ്രസിന്റെ പേരടക്കം ഈ ടിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ സോഷ്യൽ മീഡിയയിൽ ഈ ടിക്കറ്റ് ഇപ്പോൾ വൻ ഹിറ്റാവുകയാണ്. കാരണം പണ്ടത്തെ സമ്മാനങ്ങളൊക്കെ കണ്ടിട്ട് ഇപ്പോഴത്തെ കോടികൾ വെച്ച് നോക്കുമ്പോൾ ഈ സമ്മാനങ്ങൾ ഒന്നുമല്ല എന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ കമന്റുകൾ ഉയരുന്നു. അതേസമയം ഓണം ബമ്പറിന്റെ നറുക്കെടുപ്പിനായി കാത്തിരിക്കുകയാണ് ഇപ്പോൾ മലയാളികൾ എല്ലാം തന്നെ. 25 കോടിയാണ് ഇത്തവണ ഒന്നാം സമ്മാനമായി ഓണം ബമ്പറിന് കിട്ടുന്നത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ തുക ഒന്നാം സമ്മാനമായി നൽകുന്ന ഓണം ബമ്പർ ലോട്ടറിയുടെ വിൽപ്പന നിലവിൽ ടിക്കറ്റിന്റെ എണ്ണം 25 ലക്ഷത്തിലേക്ക് അടുക്കുകയാണ്. തിരുവോണം ബമ്പർ ഓഗസ്റ്റ് 1-നാണ് പുറത്തിറക്കിയത്. അന്നാകെ 10 ലക്ഷം ടിക്കറ്റുകളായിരുന്നു അച്ചടിച്ചിരുന്നത്. എന്നാൽ ടിക്കറ്റ് പുറത്തിറക്കിയ ദിവസം തന്നെ 6 ലക്ഷത്തിന് മുകളിൽ ടിക്കറ്റുകൾ വിറ്റുപോയി. പിന്നീട് പുറത്തിറക്കിയ ടിക്കറ്റുകളാണ് ഇപ്പോൾ വിൽപ്പന പുരോഗമിക്കുന്നതെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. ഇതുവരെയുള്ള കണക്കിൽ 4 ലക്ഷം ടിക്കറ്റ് വിറ്റഴിച്ചുകൊണ്ട് പാലക്കാട് ജില്ലയിലാണ് ഓണം ബമ്പർ വിൽപ്പന ഏറ്റവും കൂടുതലായി നടന്നിരിക്കുന്നത്. തൊട്ടുപിന്നിൽ 3 ലക്ഷത്തിനടുത്ത് വിൽപ്പനയുമായി തിരുവനന്തപുരം ജില്ലയുമുണ്ട്. 2.5 ലക്ഷത്തിനടുത്ത് വിൽപ്പന കൈവരിച്ചുകൊണ്ട് തൃശൂർ ജില്ല 3-ാം സ്ഥാനത്തുണ്ട്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വിൽപ്പനയിൽ ഇടിവുണ്ടാകുമെന്നാണ് ലോട്ടറി വകുപ്പ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ വിൽപ്പന കുതിക്കുകയാണ്. ഇത്തവണ പരമാവധി അച്ചടിക്കാൻ കഴിയുന്ന 90 ലക്ഷം ടിക്കറ്റുകളും വിറ്റഴിക്കാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പും. മാത്രമല്ല, തിരുവോണം ബമ്പറിന്റെ BR 99 10 സീരീസുകളിലെ ടിക്കറ്റുകളിൽ ഒന്നാം സമ്മാനമായി നൽകുന്നത് 25 കോടി രൂപയാണ്. രണ്ടാം സമ്മാനം കോടികൾ തന്നെയാണ്. പക്ഷേ അത് ഭാഗ്യാന്വേഷികളിലെ 20 പേർക്ക് 1 കോടി വീതം എന്ന പ്രത്യേകതയോടുകൂടിയാണ് ലഭിക്കുന്നത്. അങ്ങനെ 20 കോടിയാണ് ലഭിക്കുക. ഒന്നാം സമ്മാനം നേടുന്ന ടിക്കറ്റ് വിൽക്കുന്ന ഏജന്റിന് നൽകുന്ന കമ്മീഷൻ കൂടി ലഭിക്കുമ്പോൾ ഇക്കുറി ഒറ്റ ബമ്പർ വഴി സൃഷ്ടിക്കപ്പെടുന്നത് 22 കോടി പതികളാണ്. ഒന്നാം സമ്മാനം അർഹമായ ടിക്കറ്റിന്റെ മറ്റ് 9 സീരീസുകളിലെ അതേ നമ്പറുകൾക്ക് സമാശ്വാസ സമ്മാനമായി 5 ലക്ഷം രൂപ വീതം ലഭിക്കും. 20 പേർക്ക് 50 ലക്ഷം രൂപ വീതം നൽകുന്ന 3-ാം സമ്മാനവും 10 പേർക്ക് 5 ലക്ഷം രൂപ വീതം നൽകുന്ന 4-ാം സമ്മാനവും 2 ലക്ഷം രൂപ വീതം നൽകുന്ന 5-ാം സമ്മാനവുമാണ് പിന്നീടുള്ള വലിയ തുകകൾ. 6-ാം സമ്മാനം 5000 രൂപയും 7-ാം സമ്മാനം 2000 രൂപയുമാണ്. 8-ാം സമ്മാനം 1000 രൂപയാണ്. 9-ാം സമ്മാനമായി അവസാനം 4 അക്കത്തിന് 500 രൂപ ഉറപ്പാക്കുന്ന സമ്മാനങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതായത് 500 രൂപയാണ് ഒരു ടിക്കറ്റിന്റെ വില നിശ്ചയിച്ചിരിക്കുന്നത്. 2024 ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെ സമ്മാന ഇനത്തിൽ മാത്രം ലോട്ടറി വകുപ്പ് വിതരണം ചെയ്തത് 2400 കോടി രൂപയാണ്. മുൻ സാമ്പത്തിക വർഷം വിതരണം ചെയ്ത സമ്മാനത്തുകയിൽ ആകെ 7095 കോടി രൂപയായിരുന്നു. ഓണം ബമ്പർ മുതലായവയുടെ സമ്മാനത്തുക കൂടി ഇനി കണക്കാക്കുമ്പോൾ ഈ വർഷം സമ്മാനത്തുകയിൽ ഭാഗ്യക്കുറി റെക്കോർഡ് ഭേദിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.